അപ്പോ സ്വന്തം മോന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മയുടെ നെഞ്ചു പൊള്ളി. അതുപോലെ തന്നെ എല്ലാവരും. എന്റെ പെണ്ണെ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, പിന്നെ പുകഴ്ത്തിയതായിരിക്കും. നീ ഒന്നും മിണ്ടായിരിക്കടി, ഞാനൊന്ന് പറയട്ടെ. ദേവച്ചേ, കണക്കും പ്രകാരമാണെങ്കിൽ ഈ വീട്ടിൽ ആദ്യം പ്രസവിക്കേണ്ടത് നീയാ. ആ പിന്നെ വേറൊരു കാര്യമുണ്ട്. നിന്നെ പോലെ ചക്ക പോലുള്ള പെണ്ണുങ്ങൾക്ക് ഈ വണ്ണമുള്ള കൊച്ചുങ്ങളുണ്ടാവാൻ പാടാന്നാ പറയുന്നത്. ഈ തടിയൊക്കെ നീ ഒന്നും കുറയ്ക്കേ, ചിലപ്പോ പ്രസവിച്ചെന്നിരിക്കും. ഇതേ കുറയുന്ന തടിയൊന്നും അല്ല അമ്മായി. ഈ സ്വാതി എല്ലാവരും ഇഷ്ടപ്പെട്ടതേ ഈ തടി ഉള്ളതുകൊണ്ടാ. എന്റെ ഈ തടിയാ എന്റെ അഭിമാനം. ചക്കപ്പോത്തിനെ എന്തിനു കൊള്ളാം, തെക്കേ പുരട തൂണിന് കൊള്ളാം എന്നൊക്കെയാ പഴമൊഴി. അയ്യോ, നീ പറഞ്ഞ വെളച്ചില്ല ഞാൻ കേട്ടു. നിനക്ക് നാണമുണ്ടോടി ഈ പെണ്ണോട് ഇങ്ങനെ സംസാരിക്കാൻ? അയ്യോ ദൈവമേ, വിടുസതുട്ടാ, എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. നിന്നോട് ഞാൻ വന്നപ്പോ എന്താടി പറഞ്ഞു? അത് കേൾക്കാതെ നീ പിന്നെ സ്വാതി കുറ്റപ്പെടുത്തി നോക്കണോ? എടി ആണോന്ന്? എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് വിടാൻ. അയ്യോ എനിക്ക് വേദനിക്കുന്നുണ്ട്, എനിക്ക് വേദനിക്കുന്നത്. നിന്റെ കള്ളക്കരച്ചില്. മറ്റാരെങ്കിലും ഇവിടെ കുഞ്ഞിന്റെ പേര് കളിയാക്കാനും നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം നീണ്ട 8 വർഷം ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയും വഴിപാടി നടത്തി ജീവിച്ചവരാ നമ്മള്. ഓർമ്മയില്ല അവിടെ നിനക്ക്? സ്വാതി മോളെ ഈ വീട്ടിൽ വന്നിട്ട് അതിന്റെ പകുതി വർഷം പോലും ആയിട്ടില്ല. സ്വന്തം കണ്ണിലെ കുരു കാണാതെയാ അമ്മായി സ്വാതിയുടെ കണ്ണിലെ കരട് കണ്ടിട്ട് കുറ്റം പറയുന്നത് അല്ലേ അമ്മായി? മോളെ സ്വാതി, ഇവക്ക് പ്രസവിക്കാൻ കഴിയില്ല, ഇവളെ ഉപേക്ഷിക്കണം എന്നൊക്കെ അന്ന് എല്ലാരും എന്നോട് പറഞ്ഞതാ. എന്നിട്ട് ഞാൻ കേട്ടില്ല. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയും ചികിത്സയും നടത്തി. അങ്ങനെ ജനിച്ച മകനാ രാജീവ്. അപ്പൊ ഇവർക്ക് മോളെ കുറ്റം പറയാൻ എന്ത് യോഗ്യത ഉള്ളത്? ആവശ്യമില്ലാത്ത ഇവിടെ പറയേണ്ട കാര്യം എന്താ? അമ്മായി, ദൈവത്തിന്റെ വിധിയെന്ന് പറയുന്നത് ഇതാ. ഒരു കുഞ്ഞിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച അമ്മായിയുടെ ചരിത്രം അങ്കിള് പറഞ്ഞു തന്നു. ഞാൻ അമ്മായിയെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അതുകൊണ്ട് ഒരു ഫലം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എനിക്ക് കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ പേരിൽ അമ്മായി എന്നെ കുറ്റപ്പെടുത്തിക്കോ, ഞാനത് സഹിച്ചോളാം. പക്ഷേ അതിനിടയില് സ്വന്തം മകൻ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ അമ്മായി മറന്നു പോകരുത്. അല്പം കൂടിപ്പോയിന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സ്വാതി അല്ലാതായി പോവും. അങ്കിൾ ക്ഷമിക്കണം. ഇത്രയും കേട്ടില്ലടി, ഇനിയിപ്പോ ചത്തൂടെ നിനക്ക്. ഇനി ഇതുപോലെ ഒരിക്കൽ കൂടി നീ ആവർത്തിച്ച നിന്നെ ഞാൻ എവിടെ ചവിട്ടി കൂട്ടും, കേട്ടോ? ഇനി ഇതുപോലെ ഒരിക്കൽ കൂടെ അല്ല, ഒരുപാട് തവണ ഞാൻ പറയും. ഇല്ലെങ്കിലേ എന്നെ അങ്ങ് കൊല്ലട്ടെ. അല്ല പിന്നെ അയ്യടാ. ഗൗരി, അച്ഛനും അമ്മയും നമ്മളെ വിളിച്ചോണ്ട് പോവാമെന്നു പറഞ്ഞ സത്യം തന്നെ? പിന്നല്ലാതെ ഞാൻ നിങ്ങളെ പിടിച്ച പിടിയാല ഓഫീസിൽ നിന്ന് വിളിച്ചോണ്ട് വരുവോ? എന്ന് നമ്മൾ അങ്ങോട്ട് പോണോ? പിന്നെ അങ്ങോട്ടല്ലാതെ എങ്ങോട്ട് പോണം? ദേ, ആരെത്ര നിർബന്ധിച്ചാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞേക്കണം. ഗൗരി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. തൽക്കാലം നമുക്കൊന്ന് അനുസരിക്കാം. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോ നമുക്ക് ഇങ്ങ് തിരിച്ചു വരാം. എനിക്ക് അച്ഛനെ പേടിയാ ഗൗരി. ഓ, ഇങ്ങനൊരു പേടിത്തൊണ്ടൻ. നിങ്ങൾക്ക് എന്നെ വേണോ അതോ അച്ഛന്റെ കൂടെ പോണോ? അതെനിക്ക് നിന്നെ മതി. എന്നാ പിന്നെ ഞാൻ പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് ഞാൻ എന്റെ പാട്ട് പോവും. പറഞ്ഞേക്കാം. അങ്ങനെ പറയല്ലേ ഗൗരി. ഞാൻ നീ പറഞ്ഞ പോലെ തന്നെ പറയാം. പക്ഷേ ഒരു ധൈര്യത്തിന് നീ എന്റെ കൂടെ നിൽക്കണം. വരുന്നുണ്ട്, അഭിനയം തുടങ്ങിക്കോ.
അയ്യോ ഇതാര്? അച്ഛനും അമ്മയും എപ്പോ എത്തി? രണ്ടുപേർക്കും സുഖമല്ലേ അച്ഛാ? അയ്യോ അച്ഛന്റെ മുട്ടുവേദനയൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛന്റെ ഞങ്ങളുടെ സുഖവും സന്തോഷമൊക്കെ ഇപ്പോഴെങ്കിലും നീ അന്വേഷിച്ചല്ലോ, സന്തോഷം. അയ്യോ അച്ഛനെന്തിനാ അങ്ങനൊക്കെ പറയുന്നേ? ഇന്ന് രാവിലെയും കൂടെ ഞങ്ങൾ അച്ഛന്റെ അമ്മയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അല്ലേ രാജുവേട്ടാ? പിന്നെ കേട്ടില്ലേ സതുവേട്ടാ? അല്ലെങ്കിലും ഗൗരിമോള് സ്നേഹമുള്ള ആളാ അല്ലേ സതുവേട്ടാ? അല്ല മോള് ബ്യൂട്ടി പാർലറിൽ പോയിരുന്നോ? ഭാനു, ഇവരുടെ സുഖവിവരങ്ങൾ തിരക്കാൻ മാത്രമല്ല നമ്മൾ വന്നത്, ഇവരെ വേഗം തിരിച്ചു കൊണ്ടുപോകണം. അച്ഛാ ഞങ്ങളാണെങ്കിൽ ആകെ ക്ഷീണിച്ചു വരുവാ. അയ്യോ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം. അച്ഛനും അമ്മയും വന്നതല്ലേ ഉള്ളൂ, കുറച്ച് സമയം വിശ്രമിക്കും, അപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങ് വരാം. അമ്മ അച്ഛന് കുടിക്കാൻ വല്ല തണുത്ത ജ്യൂസ് വല്ല എടുത്ത് കൊടു. ഗൗരി വാ, അച്ഛൻ ഇച്ചിരി സ്ഥലം തരുമോ? സതുവേട്ടൻ എന്താ ജ്യൂസാ വേണ്ടേ? വേണ്ടെങ്കി വേണ്ട. അയ്യോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? പറയാനുള്ളത് സതുവേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞാ മതി. തൽക്കാലം രക്ഷപ്പെട്ടു. അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യും ഗൗരി? അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ രാജുവേട്ടാ. ഒരു കാര്യം തീരുമാനിച്ചാ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നയാളാ അച്ഛൻ. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചേ പറ്റൂ. ഒരു തന്ത്രവും വേണ്ട. ആണുങ്ങളെ പോലെ നട്ടെല്ല് നിവർത്തി അച്ഛന്റെ മുഖത്ത് നോക്കി പറയണം വരാൻ പറ്റില്ല എന്ന്. എന്താ അത് പറ്റില്ലേ? എവിടെന്ന് ഇത് നട്ടലിന്റെ സ്ഥാനത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഗൗരി അങ്ങനൊന്നും നീ പറയണ്ട. അച്ഛന്റെ അടുത്ത് വെട്ടി തുറന്ന് ഇവിടുന്ന് വരുന്നില്ലെന്ന് പറയാനേ എനിക്കൊരു മടിയുമില്ല. പക്ഷേ നമ്മുടെ അച്ഛനായി പോയില്ലേ, അങ്ങനെ പറയാൻ എനിക്കൊരു മടി, അത്രേ ഉള്ളൂ. ഇതിനെ തന്നെയാ നട്ടലില്ലാന്ന് പറയുന്നേ. നാണുമില്ലേ രാജീവേ ഇവളുടെ അധിക്ഷേപം കേട്ടിങ്ങനെ നിൽക്കാൻ? സ്വന്തം ഭാര്യ നട്ടിലില്ലാത്തവനെന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞ അതുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് രാജീവ് തന്നെയാ. ഡീ എന്റെ ഭർത്താവിന്റെ കാര്യമേ ഞാൻ നോക്കിക്കൊള്ളാം. നിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? താഴേന്ന് രക്ഷപ്പെട്ടു പോന്നതല്ലേ രണ്ടാളും. വിളിച്ചോണ്ട് ചെല്ലാൻ രാജീവിന്റെ അച്ഛൻ പറഞ്ഞു വിട്ടതാ എന്നെ. പറഞ്ഞു വിട്ടിരിക്കുന്നു. വാ താഴേക്ക് പോവാം, എല്ലാരും അവിടെ കാത്തു നിൽക്കുക. എന്തിന്? അതൊക്കെ താഴെ വരുമ്പോ അവര് തന്നെ പറഞ്ഞോളും. തൽക്കാലം നിങ്ങൾ എന്റെ കൂടെ വാ. അതൊക്കെ ഞങ്ങള് ഞങ്ങളുടെ സമയത്ത് വന്നോളാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നിങ്ങൾ എന്റെ കൂടെ വന്നേ പറ്റൂ. എന്തായാലും എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ മതി, അച്ഛൻ വെയിറ്റ് ചെയ്തോളും. അദ്ദേഹം രാജീവിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരനല്ല ഇങ്ങനെ അപമാനിക്കാൻ. സ്വന്തം അച്ഛനാ, അത് നീ മറക്കരുത്. വരാനാ പറഞ്ഞത്. ഞാൻ വന്നു. എന്താ നിന്നെ ഞാൻ കെട്ടി വരിഞ്ഞ് കൊണ്ടുപോണോ? വേണമെങ്കിൽ ഞാൻ അതിനും തയ്യാറാ. എന്താ വേണോ? വേണ്ടെങ്കിൽ മര്യാദക്ക് എന്റെ കൂടെ വാ. എന്താ വരുന്നില്ലേ? ഓ വരുന്നു. വാ രാജേട്ടാ. ദേ രാജാവിനെ കാണുമ്പോ കവാത്ത് മറക്കരുത്. അവിടെ ചെന്നേ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞേക്കണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ കുഞ്ഞു ഞാൻ വാ. സദാനന്ദ, വേറെ ഒരു വഴിയില്ലാത്തോട്ടാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നത്. അല്ലാതെ അവരിവിടെ നിൽക്കുന്നോണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല. ഗൗരിയും രാജീവും ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ വേദയുടെ കൂടെ കൂടിയുള്ള ഈ കളി അത് അവസാനിപ്പിച്ചേ തീരൂ. നീലേ, ഈ വീടും എന്റെ വീടും എനിക്ക് ഒരുപോലെ തന്നെയാ. ഇവിടെ സംഭവിക്കുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും എന്റേതും കൂടിയാണെന്ന് കരുതുന്ന ആളാ ഞാൻ. എന്തൊക്കെ ഈ പറയുന്നത്? ഇവരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെയുള്ളതാവുന്നത്? ഇങ്ങനെയുള്ള കാര്യം മാത്രം നോക്കിയാ പോരെ. സദാനന്ദന്റെ സ്നേഹത്തിലും ആത്മാർത്ഥതയിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. പിന്നെ എന്നെയാണോ അവർക്ക് സംശയം?
എന്തുവാ? എന്തിനാ അച്ഛാ ഞങ്ങളെ വിളിച്ചത്? രാജീവേ, ഒരു കുടുംബത്തിലെ സന്തോഷം ആ വീട്ടിലെ മക്കളും മരുമക്കളും എല്ലാം തന്നെയാ. അവർ ഒരേ മനസ്സോട് നിൽക്കുമ്പോഴാ അവിടെ സന്തോഷം ഉണ്ടാവുന്നത്. നീ ഇവിടെ കയറുന്നത് ഈ കുടുംബം വെട്ടിപ്പിളർക്കാനല്ല, ബന്ധങ്ങളെ മുറിച്ചു മാറ്റാനും അല്ല. എന്റെ മോൻ എന്ത് ചെയ്തെന്നാ നിങ്ങളൊക്കെ ഈ പറയുന്നത്? നീയും ഗൗരിയും കൂടി ഇവനെ കൊണ്ട് ചെയ്യിച്ചതിന്റെ കഥ ഇനിയും പറഞ്ഞു നാറാൻ നിൽക്കണ്ട. ഗൗരി ഭർത്താവിനെ സ്വന്തം അടിമയാക്കി നിർത്തുന്നവളല്ല, ഭർത്താവിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നവളാ യഥാർത്ഥ ഭാര്യ. എന്റെ ഭർത്താവിന്റെ അഭിമാനത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഉണ്ടോ രാജേട്ടാ? അതിനാ സാധനം എന്താണെന്ന് ഇവൻ അറിയണ്ടേ? അതറിയായിരുന്നെങ്കിലേ ഇവൻ ഇങ്ങനെ ഭാര്യ വെട്ടി അട്ടിപ്പേറ് കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിച്ചേ പറ്റൂ. നിങ്ങൾ രണ്ടും ഈ നിമിഷം ഞങ്ങളുടെ കൂടെ വരണം. ഇനി ഇവിടെ നിന്ന് ഈ വീടിന്റെ സമാധാനം നശിപ്പിക്കാൻ നിങ്ങൾ കൂട്ട് നിൽക്കരുത്. അച്ഛാ, ഇവിടെ ഞങ്ങൾ ആരുടെയും സമാധാനം ഒന്നും കളയുന്നില്ല. ഇവര് വെറുതെ പറയുന്നതാ. ആ അല്ല, അങ്ങനെ ഇവരെ മാത്രം കുറ്റം പറയുന്നത് ശരിയാണോ സതുവേട്ടാ? മിണ്ടരുത് നീ. നീ ഒറ്റ വൃത്തിയാ ഇതിനൊക്കെ കാരണം. പണത്തിനോടുള്ള നിന്റെ ആർത്തി. സദാനന്ദ, സംഭവിച്ചതിനെ കുറിച്ച് ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. തൽക്കാലം ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോകണം. അത് മാത്രമേ ഇനി ചെയ്യാനാവൂ. ഞാൻ ഈ വീട്ടിൽ നിന്നേ എങ്ങോട്ടും വരുന്നില്ല. രാജീവേട്ടൻ പോകുന്നുണ്ടോ ഇവരുടെ കൂടെ? ഇല്ലില്ല, ഞാനേ ഗൗരിയുടെ കൂടെ ഇവിടെ തന്നെ നിൽക്കും. അച്ഛാ, എനിക്കിവിടെ ഈ കമ്പനിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്ത് ജോലി? വേദയുടെ കൂടെ നിന്ന് കമ്പനി നശിപ്പിക്കുന്നതാണോ നിനക്ക് ഇവിടെ ചെയ്തു തീർക്കാനുള്ള ജോലി? നീ ചെയ്ത പ്രവൃത്തികൾ ഇതുവരെ ഈ വീട്ടിൽ കുഴപ്പങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. രാജീവേ, എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പോയി നിങ്ങളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ. അച്ഛാ, പ്രായപൂർത്തിയായ ഒരു പുരുഷനല്ലേ ഞാൻ. എനിക്ക് എന്റേതായ ജീവിതമുണ്ട്, അതിന് വേണ്ടതായ തീരുമാനമുണ്ട്. അല്ലേ ഗൗരി? പിന്നല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ജീവിതമില്ലേ? നിങ്ങൾ എല്ലാവരുടെ അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാ. ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാ ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞത്. ഗൗരി, അത് നിന്റെ കൂടെ വീടാ. അതെങ്ങനെ എന്റെ വീടാവും? എന്റെ വീടേ ഇതാ. ഞാൻ ഇവിടെ തന്നെ താമസിക്കും. ഭർത്താവിന്റെ വീട് സ്വന്തം വീടായിട്ട് കാണാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ വീട് സ്വന്തം വീടായിട്ട് കാണാൻ രാജീവിന് പറ്റുമോ? പറ്റുമോ രാജീവേ? പിന്നെ പറ്റും, പറ്റും. എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. ഇതെന്റെ സ്വന്തം വീട് തന്നെ അല്ലേ അമ്മ? പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. എടാ, തർക്കിച്ച് നിൽക്കാൻ സമയമില്ല, വേഗം പോണം. നീ ഇവളെയും കൂട്ടി വന്ന് വണ്ടി കയറ്. നിങ്ങളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. എന്റെ സതുവേട്ടാ, നമ്മളൊക്കെ ജീവിക്കുന്ന എന്തിനാ? മക്കളുടെ സന്തോഷത്തിനല്ലേ? അല്ലേ? അപ്പൊ അവരുടെ സന്തോഷത്തിന് അവരെ അങ്ങ് ജീവിക്കാൻ അനുവദിക്കുക സതുവേട്ടാ. അവൻ ഇവിടെ നിന്നോട്ടെന്നേ. കണ്ട, അമ്മ സമ്മതിച്ചല്ലോ. പിന്നെ അച്ഛൻ മാത്രം എന്തിനാ ഞങ്ങളെ എതിർക്കുന്നത്? ഞാൻ നിന്റെ അച്ഛനായതുകൊണ്ട് നീ എന്റെ കൂടെ വന്നേ പറ്റൂ. നീ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരുന്നില്ല, ചത്താലും വരുന്നില്ല. ഇവനെ ഞാൻ കൊല്ലും. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ വരുന്നില്ല. ഇനി എന്നെ കൊണ്ടുപോയി അടങ്ങത്തോളം നിർബന്ധമാണെങ്കിലേ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരാം. എന്റെ ശവം മാത്രമേ നിങ്ങൾ കൊണ്ടുപോകും. എല്ലാവരും കാണിച്ചു തരാം. അതാ നിനക്ക് നല്ലത്. നിങ്ങൾക്ക് സമാധാനമായല്ലോ? എന്റെ മോനെന്തെങ്കിലും പറ്റിയില്ലേ നിങ്ങളെ കൊല്ലും ഞാൻ. മാറങ്ങോട്ട് എന്റെ മോനെ. രാജീവേ, അത് കൊള്ളാം. അപ്പൊ രാജീവിന്റെ അച്ഛൻ അവനെയും ഗൗരിയെയും പിടിച്ചു പിടിയാലെ കൊണ്ടുപോയാൽ പിന്നെ അവിടെ നിനക്കൊരു സപ്പോർട്ടും ഇല്ലാതാവും. നിന്റെ എല്ലാ പദ്ധതിയും പൊളിയുമല്ലോ വേദേ. അങ്ങനെ ഒറ്റയടിക്ക് പാളിപ്പോകാൻ വേണ്ടിയല്ല വേദ ഒരു കാര്യം തീരുമാനിച്ചത്. ഇത് തീരുമാനിച്ചത് ഞാനാണെങ്കിൽ ഇത് അവസാനിക്കുന്നതും ഞാൻ വിചാരിച്ചതുപോലെ തന്നെയായിരിക്കും. അതിനെങ്ങനെ ഇനി കഴിയും? സദാനന്ദൻ രണ്ടും കൽപ്പിച്ചല്ലേ വന്നിരിക്കുന്നേ? ഇല്ല വൈശാഖി, അച്ഛന്റെ കൂടെ ഒരിക്കലും രാജീവ് പോകില്ല. അതിനുള്ള ബുദ്ധി രാജീവിന് ഞാൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്.
എന്ത് ബുദ്ധി? വൈശാഖി, അച്ഛനും മകനും ഒരേപോലെ വാശിയുള്ളവരാ. എന്നാലും സ്വന്തം മകന്റെ കാര്യത്തിൽ ആ അച്ഛന് ഇവിടെ തോൽക്കേണ്ടി വരും. കാരണം ഈ കളി ഒരു മരണക്കളിയാ. രാജീവേ, മര്യാദയ്ക്ക് വാതിൽ തുറക്കാൻ. നിന്റെ അടവും അഭ്യാസവും നീ എന്നോട് കാണിക്കല്ലേ. രാജീവേ, എടാ തുറക്കാൻ. എടാ രാജീവേ, എടാ വാതിൽ തുറക്കാൻ. രാജീവേ. ഇല്ല, ഞാൻ വാതിൽ തുറക്കത്തില്ല. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ഞാൻ ദേ ഇതിൽ കെട്ടി തൂങ്ങിച്ചാവും. അച്ഛനും അമ്മയും തിരിച്ചു പോ, ഇല്ലെങ്കിൽ ഞാൻ ചാവും. നീ ചാവൂടാ. എങ്കിൽ പിന്നെ നിന്റെ ശവവും കൊണ്ട് ഞാൻ ഇവിടെ പോവും. നിങ്ങൾ എന്റെ മോനെ കൊലക്ക് കൊടുത്ത് അടങ്ങും മനുഷ്യ. എന്റെ മോനെന്തെങ്കിലും പറ്റിയാലേ എന്നാ പോയി ചാവടി. എടാ വാതിൽ തുറക്കാൻ. ഇല്ല. രാജീവേ, എടാ ഒന്ന് വാതിൽ തുറക്കുമനെ. സദാനന്ദ, ഇവൻ ഇതെന്ത് ഭാവിച്ച? എന്റെ അച്ഛൻ്റെ അടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ പറ. ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇപ്പൊ തൂങ്ങിച്ചാവും. സത്യമായിട്ട് ഞാൻ തൂങ്ങിച്ചാവും. അയ്യോ എന്റെ രാജീവേട്ടൻ. അച്ഛനും അമ്മയും പോയില്ലേ ഞാൻ ഇപ്പൊ തൂങ്ങിച്ചാവും. അയ്യോ രാജീവേട്ടൻ തൂങ്ങാൻ പോകുന്നു. തൂങ്ങല്ലടാ. അയ്യോ സതേട്ടാ, ആരും ഇനി എന്നെ ജീവനോടെ കാണത്തില്ല. ഇല്ല. രാജീവേട്ടൻ തൂങ്ങല്ലടാ. കണ്ടോ? ആരെങ്കിലും ഒന്ന് രക്ഷിക്കട്ടെ കുഞ്ഞിനെ. എന്തിനാടാ നാടകം കളിച്ച് ഭീഷണിപ്പെടുത്തുന്നേ? ഓ ചാടാ. ഇത് കണ്ടല്ലോ, ഗൗരിയുടെ സാരിയാ. ഇതിനകത്ത് തന്നെ ഞാൻ ഇപ്പൊ തൂങ്ങിച്ചാവും. അയ്യോ രാജീവേട്ടാ, നീ ഒന്നും ചെയ്യല്ലടാ. നമ്മുടെ മോന്റെ ജീവനല്ലേ നമുക്ക് വലുത്. അവരില്ലാതെ നമ്മൾ ജീവിച്ചിട്ട് എന്തിനാ? അച്ഛോ, സ്വന്തം മകന്റെ ശവം കണ്ടിട്ട് അച്ഛന് സമാധാനമാവത്തുള്ളൂ. എന്റെ ഭർത്താവിന്റെ ജീവൻ എടുക്കാനാണോ നിങ്ങൾ കൊണ്ട് വന്നത്? വീട്ടിലേക്ക് പോകും. മഹേഷേട്ടാ, ഇതൊക്കെ അവന്റെ അടവാ. ഇവളുമാരും അവനും കൂടെ പ്ലാൻ ചെയ്ത നാടകമായത്. അങ്ങനെ അങ്ങ് ചാവുന്നെങ്കിൽ ചാവട്ടെ. സദാനന്ദ, വാശി വേണ്ട. അവരിവിടെ തന്നെ അങ്ങ് നിന്നോട്ടെ. വരുന്ന എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. ഇല്ല മഹേഷേട്ടാ, ഇവന്റെ നാടകത്തിന് കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല. അച്ഛൻ തിരിച്ചു പോ. എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു വേണം. ഇങ്ങത്താ രാജീവേട്ടാ, അബദ്ധമൊന്നും കാണിക്കല്ലേ. ഈ ഗൗരിയാ പറയുന്നത്. രാജീവേട്ടാ, എടാ മോനെ, ഈ അമ്മയ്ക്ക് നീ മാത്രമുള്ളടാ. ഒന്നും ചെയ്യല്ലേ. വാ സതേട്ടാ, നമുക്ക് പോയേക്കാം. അവരിവിടെ തന്നെ നിൽക്കട്ടെ. ശരി, ഇനി ഞാൻ കാരണം അവൻ തൂങ്ങിച്ചെത്തുന്നുള്ള പേര് വേണ്ട. ഞാനിപ്പോ തിരിച്ചു പോവാ. പക്ഷേ അവനില്ലാതെ നീ എന്റെ വീട്ടിലേക്ക് വരരുത്. ഞാനോ? അതെ, അവനെയും കൊണ്ടല്ലാതെ നീ ഇനി എന്റെ മുമ്പിൽ വരരുത് ഒരിക്കലും. നാടകം നന്നായി മോളെ. മഹേഷേട്ടാ, ക്ഷമിക്കണം, ഞാൻ തോറ്റുപോയി. മോനെ, അച്ഛൻ പോയടാ. മക്കൾ അബദ്ധമൊന്നും കാണിക്കല്ലേ. താഴെ രാജീവേട്ടാ. ഇറങ്ങി. രാജീവേട്ടാ, താഴെ ഇറങ്ങ്. ഓ രാജീവേട്ടാ, രാജീവേട്ടാ, മോനെ തുറക്ക്. എല്ലാരും പോയി. മോനെ വാ രാജീവേട്ടാ. മോനെ തുറക്കടാ. പോയാ അപ്പ സംഗതി ഏറ്റു. ഏറ്റു, നന്നായിട്ട് ഏറ്റു. അഭിനയം അസലായി രാജീവൻ.
ഇങ്ങനെ വേദയ്ക്ക് അടിമയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലതേ രാജീവ് ആ സാരിയിൽ തന്നെ തൂങ്ങി ചാവുന്നതായിരുന്നു. എന്റെ കുഞ്ഞ് ചാവാൻ പോണ കണ്ടപ്പോ നിനക്കൊക്കെ സന്തോഷമല്ലടി? ആ അഭിനയം കണ്ടു തന്നെയാ ഞാൻ പറയുന്നത്. ഈ മനസ്സുകൊണ്ടടി നിനക്ക് മക്കളൊന്നും ഇല്ലാത്തത്. ഇല്ലെങ്കി പിന്നെ ഇവിടെ വന്ന് ഇത്രയും കാലമായിട്ട് നീ എന്താടി പ്രസവിക്കാത്ത? നിന്റെ ഈ മനസ്സിന്റെ അടി ഇങ്ങനെ പണത്തടി കൂടെ നടന്നാലേ നിനക്ക് ഒരിക്കലും കൊച്ചുങ്ങളുണ്ടാകാൻ പോണില്ല. മതി നിർത്ത. നാക്കിന് എല്ലില്ലാന്നും പറഞ്ഞ് എന്തും വിളിച്ചു പറയാന്ന് കരുതണ്ട. നിങ്ങളൊരു സ്ത്രീയാണോ? സ്വന്തം മകളുടെ പ്രായമുള്ള എന്നോട് നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ നാവ് പൊങ്ങി? ദേ രാജീവിന്റെ അമ്മയായി പോയി. അല്ലെങ്കിൽ ദാ ഈ കൈയിപ്പോ നിങ്ങളുടെ കരണത്ത് പതിഞ്ഞേനെ.